ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. തമിഴ് സീസൺ 9 ഗ്രാൻഡ് ഫിനാലെ നടക്കുവാണ്. അതിലേക്ക് നമ്മുടെ പാർവതീനെയും കമറുദ്ദീനെയും ഒരു എൻട്രി ഇൻവിറ്റേഷൻ ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് സാധാരണ റെഡ് കാർഡ് കൊടുക്കുന്നവർക്ക് ഒരിക്കലും എൻട്രി ഉണ്ടാവത്തില്ല ബിഗ് ബോസിലേക്ക്. അവരുടെ സാലറിയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്താണ് ചാൻസസ് വളരെ കൂടുതൽ. പക്ഷേ ഇപ്രാവശ്യം ബിക്കോസ് ഒരു കൂട്ടം ആൾക്കാർക്ക്, ഓഡിയൻസിൻ്റെ ഒരു കൂട്ടം ആൾക്കാർക്ക് പാർവതിയും കമറുദ്ദീനെയും ഇഷ്ടമായതുകൊണ്ടാവണം അവരെ റീ എൻട്രിക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അറിഞ്ഞിരിക്കാൻ സാധിച്ചത് കമറുദ്ദീൻ മാത്രമേ എൻ്റർ ആയിട്ടുള്ളൂ, ആൻഡ് പാർവതി വന്നിട്ടില്ല. പലരും പല വ്യാഖ്യാനങ്ങൾ നടത്തിയിട്ടുണ്ട്. പാർവതി ദേഷ്യം കൊണ്ടാണ് വരാത്തതെന്ന്. പക്ഷേ കമറുദ്ദീൻ പറയുന്നുണ്ടായിരുന്നു ഫ്ലൈറ്റ് മിസ്സായി, അതുകൊണ്ടാണ് വരാഞ്ഞത്. പക്ഷെ അതിലെന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളുണ്ട്. കാരണം പാർവതിക്ക് ചിലപ്പം റെഡ് കാർഡ് കൊടുത്ത് ഒരു പ്ലാറ്റ്ഫോമിൽ കയറാൻ ഇഷ്ടമായിരിക്കത്തില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേഴ്സണലായിട്ട് എന്തെങ്കിലും റീസൺസോ കാര്യങ്ങളോ ഉണ്ടായിരിക്കും. എനിവേ, നമ്മുടെ സാന്ദ്രയെ പറ്റി പറയുവാണെങ്കിൽ എനിക്കിപ്പോൾ തോന്നുന്നു സാന്ദ്ര വാസ് എ ഡ്രാമ ക്യൂയിൻ ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബിക്കോസ് സാന്ദ്ര എവിക്റ്റായി പോയി തിരിച്ച് റീ എൻട്രി സമയത്ത് വന്നപ്പോൾ പാർവതിനെ കുറിച്ച് ഭയങ്കരമായിട്ട് പൊക്കി അവൾക്കുണ്ടാക്കിയ സൈബർ അറ്റാക്ക്, അവൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ റീ എൻട്രിയുടെ സമയത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ തോന്നി, ഇയാൾ തന്നെയല്ലേ ഈ പാർവതി ആൻഡ് കമറും ഒക്കെ ഈ കാലേ വീണ് മാപ്പ് പറഞ്ഞിട്ട് ഒന്നും തിരിഞ്ഞു പോലും നോക്കാത്ത ആളാണ്. അല്ലെങ്കിൽ അന്ന് ചെയ്യണമായിരുന്നു. ഓക്കെ, അവർ പോവാണ്, അവർ എവിക്റ്റായി പോവാണ്, വീട് വിട്ട് ഇറങ്ങി പോവാണ്, അറ്റ്ലീസ്റ്റ് അവരോട് എന്തെങ്കിലും ഒരു നല്ല രീതിയിൽ സംസാരിക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഭയങ്കരമായിട്ട് ഡ്രാമ കളിച്ച് ഭയങ്കര കരഞ്ഞ് വിളിച്ചു കൂവി. അതേപോലെ തന്നെ തലേദിവസം കമറു ഭൂമി വന്നപ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ ഷോ ഒക്കെ കണ്ടതാണ്. പുതപ്പെടുത്തുകൊണ്ട് വന്ന അലർച്ചയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. സോ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ഈ ഡ്രാമ കളിച്ചത് കൊണ്ട് ബിഗ് ബോസിലെ വിന്നർ ആകാമെന്നായിരുന്നു സാന്ദ്ര വിചാരിച്ചിരുന്നത്. പക്ഷേ വിധി മാറ്റിമറിച്ച് ടോപ്പ് 5 പോലും ഫിനാലെ പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ ഇടയ്ക്കുള്ള മിഡ് വീക്ക് എവിക്ഷനിൽ സാന്ദ്ര പോവുക ചെയ്തു. ആൻഡ് ഓൾസോ നൗ ടോപ്പ് 4 മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരു ആവട്ടെ പാർവതി ആവട്ടെ, ഇവരുടെ ഒരു ബോണ്ടിങ് ആൻഡ് കുടുംബ പ്രേക്ഷകർക്ക്, ഫാമിലി ഓഡിയൻസിന് അത്ര വലിയ ദഹിച്ചിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ഓരോ ക്ലിംസൊക്കെ കാണുമ്പോൾ, ഓരോ പോർഷൻസൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നാറുണ്ട് ഇവരെന്തായി കാണിക്കുന്നത്. അതേപോലെ തന്നെ ബിഗ് ബോസ് പലവട്ടം പറഞ്ഞിട്ടുണ്ട് പാർവതി ഒരു റൂമിലേക്ക് കയറി പോയിട്ട് തിരിച്ചിറങ്ങി വരുന്നതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടാണ്. ആൻഡ് ഓൾസോ മൈക്കില്ലാതെ സംസാരിക്കുന്നതും കാര്യങ്ങളൊക്കെ ഒരുപാട് വാൺ ചെയ്തിട്ടുണ്ട്. അത് വാണിൻ്റെ അടിസ്ഥാനത്തിൽ ഫുൾ ബിഗ് ബോസിലെ മെമ്പേഴ്സിന് ശിക്ഷ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കമറു ആൻഡ് പാർവതി സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിലും അവർക്ക് ഒരു നല്ലൊരു ഹ്യൂജ് ഓഡിയൻസ് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടാവണം, അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ TRP റേറ്റിംഗ് കൂട്ടിയ 2 വ്യക്തികളായതുകൊണ്ടാവണം പ്രൊമോ ക്യൂയിനായ ദിവ്യയും അതുപോലെ തന്നെ കമറു ഓൾസോ, ഇവർ 2 പേരും നല്ല രീതിയിൽ TRP റേറ്റിംഗ് കൂട്ടിയിട്ടുണ്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ. സോ അതുകൊണ്ടാവണം അവർക്കൊരു ഇൻവിറ്റേഷൻ കൊടുത്തത്. പക്ഷേ പാർവതി വന്നിട്ടില്ല, കമറുദ്ദീൻ മാത്രമേ വന്നിട്ടുള്ളൂ. കമറുദ്ദീൻ വളരെ ഹാപ്പി ആയിട്ടാണ് വന്ന് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് നാളെ ഇനിയും കാണാൻ പറ്റും. പക്ഷേ ദിവ്യ വരാഞ്ഞത് കമറു പറഞ്ഞതുപോലെ തന്നെ ഫ്ലൈറ്റ് മിസ്സായതുകൊണ്ടോ കാര്യങ്ങളൊക്കെ കൊണ്ടാവണം. പക്ഷേ ഇല്ല എന്ന് എനിക്കും ഒരു ഇതുണ്ടായിരുന്നു. ബിക്കോസ് ദിവ്യയുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ദിവ്യയ്ക്ക് അങ്ങനെ ഓൾറെഡി റെഡ് കാർഡ് കിട്ടി പോയ ഒരു സംഭവത്തിൽ നിന്നും കയറി വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് കാണും. ആൻഡ് ഓൾസോ കമറുദ്ദീൻ ഒരുപാട് ഇൻ്റർവ്യൂസിൽ പറയുന്നുണ്ടായിരുന്നു, ഒരു ഇൻ്റർവ്യൂ ചോദിച്ചിട്ടുണ്ടായിരുന്നു അബൌട്ട് ദ മാരേജ്. അപ്പോൾ പറഞ്ഞത് നമുക്ക് വെയിറ്റ് ചെയ്യാം, ടൈം ഉണ്ടല്ലോ, ഇനി ടൈം ഉള്ളപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്നുള്ള രീതിയിലാണ്. ആൻഡ് ഓൾസോ കമറുദ്ദീൻ്റെ കാര്യം പറഞ്ഞു. വേറൊരാൾ പറഞ്ഞത് ഈ റെഡ് കാർഡ് കിട്ടിയ ഒരു ഷോയിൽ നിന്ന് പുറത്തു വിടുമ്പം ഒരുപാട് അവരുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് സീരിയൽസ് കട്ടായി പോകാം, ഇനി ഒരു സീരിയൽ കോളോ കാര്യങ്ങളോ കിട്ടണം എന്നില്ല. പക്ഷേ അതിൽ നിന്നൊക്കെ കമറുദ്ദീനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ദിവ്യയായിട്ട് കൂടിയത് കൊണ്ട് മാത്രം കമറുവിനെ ഇഷ്ടപ്പെടാത്ത വ്യക്തികളാണ് മെയിൻലി ഉള്ളത്. ആസ് എൻ ഇൻഡിവിജ്വൽ ഒരൊറ്റയായിട്ട് നോക്കുവാണെങ്കിൽ കമറുവിനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇമാതിരിയുള്ള ഒരു സീരിയൽസിൻ്റെ പ്രശ്നമോ കാര്യങ്ങളൊന്നും വരില്ലെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അറിയില്ല, ഏതായാലും നാളെ കമറുദ്ദീൻ റീ എൻട്രി ചെയ്യുന്നുണ്ട്, ഫിനാലയിലുണ്ട്. റെഡ് കാർഡ് കിട്ടിയെന്ന് കരുതി പോകുന്നില്ല. ആൻഡ് ഓൾസോ തമിഴ് ബിഗ് ബോസ് സീസൺ തന്നെ റെഡ് കാർഡ് കിട്ടി ഫിനാലെ കയറിയ വേറെ ആൾക്കാരും ഉണ്ട്. സോ റെഡ് കാർഡ് കിട്ടിയെന്ന് കരുതി ഇവരെ 2 പേരെയും അവർ ഒഴിവാക്കിയിട്ടില്ല. ഇൻവിറ്റേഷൻ കൊടുത്തു, കമറു വന്നിട്ടില്ല, ഫ്ലൈറ്റ് മിക്സായി എന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ല. സോ എനിവേ, നമുക്ക് കാത്തിരിക്കാം ബിഗ് ബോസ് സീസൺ 9 തമിഴിൽ ആരായിരിക്കും വിന്നർ എന്ന്. ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാൾക്ക് തന്നെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ഇതിൽ കൂടെ അറിയുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.